ഹായ്. അപ്പം ഞാനൊരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചു. വേറെ ഒന്നുമില്ല, നിങ്ങളെ മുന്നിലോട്ട് പുതിയൊരു കോണ്ടന്റ് മാറ്റി വരാൻ തീരുമാനിച്ചു. അതായത് 15 days 15 സ്റ്റോറീസ് ബൈ ഇമ്രാൻ എന്നൊരു പുതിയൊരു കോണ്ടന്റ് മാറ്റി. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് ഡേ 1 ആണ്. 15 days 15 സ്റ്റോറീസ് ഡേ 1. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ ഈ ഒരു മെസ്സേജ് കണ്ടു കാണും. അതായത് ഇങ്ങനെ ഇന്റലിജന്റ് ആൾക്കാരെ തിരഞ്ഞെടുക്കും എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മെസ്സേജ്. നിങ്ങളിപ്പോൾ ഈ കണ്ട ഈ മെസ്സേജ് 2012 ഇന്റർനെറ്റിൽ വന്നൊരു മെസ്സേജാണ്. അതായത് അവർ ഇന്റലിജന്റ് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നു എന്നായിരുന്നു ആ മെസ്സേജ്. എന്നാൽ പലരും വിചാരിച്ചത് ഒരു തട്ടിപ്പാണ് എന്നൊക്കെ വിചാരിച്ചത്. എന്നാൽ മറ്റു ചിലർ പറഞ്ഞത് ഏതെങ്കിലും സംഘടനയായിട്ട് അവരുടെ ഇന്റലിജന്റ് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന ഒരു ഇന്റർവ്യൂ പോലെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. മറ്റു ചിലർ പറഞ്ഞത് ഏതെങ്കിലും ചാരസംഘടനകളുടെ സംഗതികൾ എന്തെങ്കിലും ആയിരിക്കും. മറ്റു ചിലർ പറഞ്ഞു അമേരിക്കയിലൊക്കെ ചാരസംഘടനയുടെ ഇൻ്റർവ്യൂ ആണെന്നും പറഞ്ഞു. എന്നാൽ ഈ മെസ്സേജ് നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. കാരണം ഇത് ഈ മെസ്സേജ് ക്രിപ്റ്റോഗ്രാഫിക് പസിൽ പോലെ കൊടുത്തിരിക്കുന്നത്. അതായത് കുറേ നമ്പേഴ്സും ലെറ്റേഴ്സുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഫിൽ ചെയ്യുമ്പോൾ പല ലിങ്കിലോട്ടും അതുപോലെ തന്നെ ഒരുപാട് സ്കാനറിലോട്ടും നമ്മൾ എത്തുന്നു. അതുപോലെ തന്നെ ഇത് നമ്മൾ സ്കാൻ ചെയ്ത് പോകുമ്പോൾ പല രാജ്യത്തോട്ടും ഇതിൻ്റെ ഹിൻഡ് കടക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് വരെയായിട്ട് ഇത് ഫില്ല് ചെയ്തതായിട്ട് ഈ മെസ്സേജ് ഇട്ടവർ പറയുന്നില്ല. ഇന്ന് വരെയായിട്ട് ഇയാൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നും പറയുന്നില്ല. എന്നാൽ ചിലവർ പറഞ്ഞു ഞങ്ങളിത് കംപ്ലീറ്റ് ചെയ്തു എന്നൊക്കെ എന്ന് പറയുന്നുണ്ട്. മറ്റു ചിലവർ പറഞ്ഞത് ഇത് ഏതെങ്കിലും സീക്രട്ട് സൊസൈറ്റിയുടെ മെസ്സേജ് ആയിരിക്കും എന്നാണ്. നിങ്ങളിപ്പോൾ കണ്ട ഇതാണ് ഇതിൻ്റെ ലോഗോ എന്ന് പറയുന്നത്. അതായത് സിക്കാഡ 331, അതുപോലെ തന്നെ ഈ ചീവീടാണ് അതിൻ്റെ ലോഗോ എന്ന് പറയുന്നത്. 2015 വരെ ഇത് ഇന്റർനെറ്റിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ ഒരു കാലയളവ് ഇതുപോലെ നിരവധി ക്രിപ്റ്റോഗ്രാഫിക് പസിലുകൾ വന്നിട്ടുണ്ട്. എന്നാൽ ഇത് ഇവർ ഔദ്യോഗികമായിട്ട് ഇതിനൊരു വിന്നർ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ മറ്റു ചിലർ ഞങ്ങളിത് ഫില്ല് ചെയ്തു, ഞങ്ങളാണ് വിന്നർ എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവർ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല ഇതിൽ ഇയാളാണ് വിന്നർ എന്ന്. എന്നാൽ ഇത് ഡാർക്ക് വെബുമായി എന്തൊക്കെയോ കണക്ഷൻ ഉണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും അത് ഇന്റർനെറ്റിൽ ഇതൊരു നിഗൂഢമായി തന്നെ തുടരുന്നുണ്ട്.